നമ്മുടെ നാടുകളിൽ മാംസത്തിനുവേണ്ടി ആടുകളെയും കോഴികളെയുമൊക്കെ വളർത്താറുണ്ടല്ലോ. അങ്ങനെ മൃഗങ്ങളെ വളർത്തി ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതുപോലെ പാമ്പുകളെ മാത്രം വളർത്തി വരുമാനം കണ്ടെത്തുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ഒരു സംശയം തോന്നിയേക്കാം, സംഭവം സത്യമാണ്. ചൈനയിലെ സിജിയാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ഗ്രാമമാണ് സിസിക്യുവ. ഈ ഗ്രാമത്തെ സ്നേക്ക് വില്ലേജ് എന്നും വിളിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ഇവിടെ ജീവിക്കുന്നവരുടെ പ്രധാന തൊഴിൽ പാമ്പ് വളർത്തലും വിൽപ്പനയുമൊക്കെയാണ്. ഇങ്ങനെ പാമ്പുകളെ വളർത്തുന്നതിലൂടെ അവർ നല്ല രീതിയിലുള്ള വരുമാനം നേടിയെടുക്കുന്നു. ഈ ഗ്രാമത്തിൽ 1000-ലേറെ വീടുകളുണ്ട്. ഈ വീടുകളിലൊക്കെ പ്രതിവർഷം 30,000-ലേറെ പാമ്പുകളെ വളർത്തിയെടുക്കുന്നു. ഉഗ്രവിഷമുള്ള രാജവെമ്പാലകൾ കൂടാതെ വൈപ്പർ സ്നേക്ക്, ഇന്ത്യൻ മൂർഖൻ തുടങ്ങിയ പാമ്പുകളെയാണ് ഇവർ കൂടുതലായും വളർത്തിവരുന്നത്. ഇങ്ങനെ എന്തിനാണ് ഇത്രയും പാമ്പിനെ വളർത്തുന്നത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായേക്കാം. കൂടുതലായും പാമ്പിന്റെ മാംസത്തിനും അതിന്റെ തോലിനും വേണ്ടിയാണ് ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ മറ്റു ചിലർ പാമ്പിന്റെ വിഷത്തിനു വേണ്ടിയും ഉപയോഗിക്കുന്നു. ചില പാമ്പുകളുടെ വിഷത്തിന് കോടികൾ വിലമതിക്കുന്നു. ഇത്രയും വില വിഷത്തിന് ഉള്ളതുകൊണ്ടാണ് അപകടമാണെന്നറിഞ്ഞിട്ടും ഉഗ്രവിഷമുള്ള പാമ്പുകളെ വളർത്തുന്നത്. 1 ലിറ്റർ വിഷത്തിന് ഏകദേശം 2 മുതൽ 3 കോടി രൂപ വരെ വിലമതിക്കുന്നു. പാമ്പിന്റെ വിഷം ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ പ്രതിരോധത്തിനായും ഉപയോഗിക്കുന്നു. വിഷമെടുത്ത പാമ്പുകളെ മാംസത്തിനായി ഉപയോഗിക്കുന്നു. അത് ഉപയോഗിച്ച് അവർ പല വിഭവങ്ങൾ നിർമ്മിക്കുന്നു. ഇത്രയും ഗുണങ്ങൾ ഉള്ളതിനാൽ ആണ് ചൈനയിലെ മാർക്കറ്റുകളിൽ പാമ്പുകൾക്ക് ഇത്രയും ഡിമാൻഡ് ഉള്ളത്. മരപ്പെട്ടികളിലും കണ്ണാടിക്കൂടുകളിലൊക്കെ ഇട്ടാണ് അവർ പാമ്പുകളെ വളർത്തുന്നത്. മുതിർന്നവർ മാത്രമല്ല, കുട്ടികളും ഈ പാമ്പ് പരിപാലനത്തിൽ പങ്കുചേരുന്നു. അത്യാവശ്യം വളർച്ചയെത്തിയ പാമ്പുകളെ അവർ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. പാമ്പുകളെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ തന്നെ പാമ്പുകളുടെ വിഷം എടുത്തുമാറ്റുന്നു. മാർക്കറ്റിൽ വച്ച് പാമ്പിന്റെ തൊലി ഉരിഞ്ഞു മാറ്റി മാംസം കട്ട് ചെയ്ത് പാക്ക് ചെയ്യുന്നു. ആ തൊലി ഉപയോഗിച്ച് ചിലർ ബേഗ് പോലുള്ള വസ്തുക്കൾ നിർമ്മിക്കുന്നു. ആ ഗ്രാമത്തിൽ ഈ പാമ്പ് വളർത്തൽ എന്ന ഒരു ആശയം കൊണ്ടുവരുന്നത് യിങ് ഹാങ് ചാങ് എന്ന വ്യക്തിയാണ്. തന്റെ 18ാമത്തെ വയസ്സിൽ ഒരു അപകടത്തിൽ തോളിന് വലിയൊരു ഇഞ്ചുറി ഉണ്ടായി. ഒരുപാട് ഡോക്ടർമാർ ചികിത്സിച്ചെങ്കിലും അത് ഫലം ആയിരുന്നില്ല. അവസാനം ഒരു സീനിയർ ഡോക്ടറെ കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയുകയും അദ്ദേഹം അതിനു മരുന്നായി പാമ്പിനെ ഭക്ഷിച്ചാൽ മതിയെന്നും പറയുകയുണ്ടായി. ഇത് കേട്ട ഇദ്ദേഹം പാമ്പിനെ കറിവച്ചു കഴിച്ചു. ഏകദേശം 6 മാസത്തോളം കഴിഞ്ഞപ്പോൾ ആ അസുഖം ഭേദമാവുകയും ചെയ്തു. ഈ സംഭവത്തെ തുടർന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കിയത് പാമ്പിന്റെ വിഷം മനുഷ്യന് ആപത്ത് ആണെങ്കിലും ഒരു തരത്തിൽ മരുന്നുകൂടിയാണ്. അങ്ങനെ അദ്ദേഹം പാമ്പ് കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നു. യാങ് ഹോങ്ങിന്റെ ഉയർച്ച കണ്ട ഗ്രാമത്തിലെ മറ്റുള്ളവരും ഈ കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ അതൊരു പാമ്പുകളുടെ ഒരു ഗ്രാമം ആയി മാറി.